വീട്ടിൽ ഞാൻ മമ്മിയോടും പപ്പയോടും ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചു പോവാ, അപ്പോഴെങ്കിലും വരത്തില്ല. മറ്റേ പിള്ളേർ നാട് വിടുമ്പോൾ പറയുമല്ലോ ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല, അങ്ങനത്തെ ഡയലോഗൊക്കെ പറഞ്ഞ് ഒരു പോക്കൊക്കെ പോയേട്ടാ. എൻ്റെ കൂടെ കളിക്കുന്ന പയ്യന്മാരൊക്കെ അന്ന് ഞാൻ പബ്ജി കളിച്ചോണ്ടിരുന്ന പയ്യന്മാരൊക്കെ അന്ന് പറയുമായിരുന്നു, എടാ നീ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, അതിൽ നിന്നാകുമ്പോൾ കുറച്ച് പൈസയൊക്കെ കിട്ടും, ചാനലൊക്കെ ക്ലിക്കായാൽ ട്രൈ ചെയ്ത് നോക്കുന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇത് കണ്ടൻസ് ഇടാൻ തുടങ്ങി. അതായത് ചാനൽ ക്രിയേറ്റ് ചെയ്ത് ഇപ്പോഴും എൻ്റെ വീഡിയോസ് എല്ലാം ഫസ്റ്റ് വീഡിയോസൊക്കെ ചാനലിൽ കിടപ്പുണ്ട്. അതിനകത്ത് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്, എടാ ഞാൻ എൻ്റെ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യും, നിങ്ങളെങ്കിലും ഒന്ന് കയറി കാണണേ. കൂടെ കളിക്കുന്ന 4 പേരുണ്ടല്ലോ, അവന്മാരുടെ അടുത്തെങ്കിലും പറയണമല്ലോ നിങ്ങളെങ്കിലും കയറി കാണണേ. അങ്ങനെ 2-3 വീഡിയോസ് ചെയ്ത് ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് എനിക്ക് എൻ്റെ ഫോണിൻ്റെ ലിമിറ്റേഷൻ ഭയങ്കരമായിട്ട് മനസ്സിലായി കേട്ടോ. അപ്പം അടുത്ത സെമസ്റ്റർ ഫീസ് അടയ്ക്കണം. അപ്പോൾ എനിക്ക് ഞാൻ അന്നേരം വീട്ടിൽ ചോദിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അവിടെ സൊമാറ്റോയിൽ ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇപ്പം ബൈ പ്രൊഫഷൻ ഗ്രാഫിക് ഡിസൈനറാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പരിപാടികളൊക്കെ ഞാൻ നേരത്തെ ചെയ്യുമായിരുന്നു സിസ്റ്റത്തിൽ. അങ്ങനെ ഫ്രീലാൻസ് ആയിട്ട് അവിടുത്തെ കുറേ ഇതൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ എൻ്റെ ഒരു ക്യാമറ ഉള്ളതുകൊണ്ട് മറ്റേ ഈ ബാംഗ്ലൂർ കുറേ പെൺകുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെയൊക്കെ പോർട്ട്ഫോളിയോസൊക്കെ ഷൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ചെറിയ എമൗണ്ടുകളൊക്കെ വാങ്ങിച്ചും അങ്ങനെ ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തി. പക്ഷെ പെട്ടെന്നൊരു സെമസ്റ്റർ ഫീ അടയ്ക്കണം എന്നുള്ളൊരു ഇത് വന്നപ്പോഴുണ്ടല്ലോ എനിക്ക് വീട്ടിൽ ചോദിക്കേണ്ട വന്നു. ഞാൻ അന്ന് തീരുമാനിച്ചൊരു കാര്യമാണ്, ഇതായിരിക്കണം പപ്പയുടെ മമ്മിയുടെയും കയ്യിൽ നിന്ന് അവസാനമായിട്ട് മേടിക്കണ ഒരു എമൗണ്ട് ഇതായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പപ്പയുടെ മമ്മിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു. അന്ന് എനിക്ക് തോന്നുന്നു 35,000 ആയിരുന്നു സെം ഫീ 35,000 മേടിച്ചിട്ട് ആ പൈസ കയ്യിൽ വന്നപ്പം എനിക്കൊരു ഭയങ്കര തോട്ട് ചേഞ്ച് വന്നു കേട്ടോ. തോട്ട് ചേഞ്ച് വന്നെന്ന് പറഞ്ഞപ്പോൾ ആ പൈസ കയ്യിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്ക് ചാനൽ മര്യാദയ്ക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം. അപ്പം ഫീസ് അതിൻ്റെ കാര്യം സാറുമാരോട് ആരെങ്കിലും തൽക്കാലത്തേക്കിനൊന്ന് സംസാരിച്ചിട്ട് ഞാൻ ഭയങ്കര ബ്ലാങ്ക് ആയിട്ടാണ് ചിന്തിക്കണം കേട്ടോ. അത് എൻ്റെ ഒരു പൊട്ട ബുദ്ധി ചിന്തിച്ചതാണത്. ലൈക്ക് ഇതിന് ഞാൻ അവർക്ക് ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു ഫോൺ മേടിച്ചാലോ എന്ന് ആലോചിച്ചു. അപ്പം രാത്രി മൊത്തം ഇങ്ങനെ ആലോചിക്കുക, മമ്മിയോടും പപ്പയോടും ചെയ്യുന്ന ചതിയാവോ അതാവോ ഇതാവോ, ഫീസിനൊരു എക്സ്ക്യൂസ് തരുമോ സാർ, ഇങ്ങനെ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പോയി സാറിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് സാറിൻ്റെ അടുത്ത് ഫീസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും സാർ എന്തെങ്കിലും ചെയ്തു തരാം എന്ന് പറഞ്ഞു. അതോട് കേട്ടപ്പോഴത്തേക്കും എനിക്ക് ഒരു ഹോപ്പ് വന്നപ്പോൾ ഞാൻ നേരെ പോയി ഒരു 25,000 രൂപയുടെ ഒരു ഫോണൊക്കെ മേടിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഞാൻ വിചാരിക്കണമെന്ന് വെച്ചാൽ 25,000 രൂപയ്ക്ക് ഫോൺ വാങ്ങിക്കുന്നു, യൂട്യൂബിൽ കണ്ടന്റ് ഇടുന്നു, പൈസ വരുന്നു, ആ പൈസ എടുത്ത് ഫീസ് അടയ്ക്കുന്നു. മീൻസ് അങ്ങനെ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്ന ഇതിന് ഇത്ര റവന്യൂ നമുക്ക് ഇത്ര ഇങ്ങനൊന്നും കിട്ടൂല എന്നുള്ള കാര്യത്തിലൊന്നും ചിന്തിക്കാനുള്ള ബോധം എനിക്കില്ലായിരുന്നു ആ സമയത്ത്. പിന്നെ അത് കഴിഞ്ഞൊരു 4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇതിൽ നിന്നൊന്നും കിട്ടൂലെന്ന്. എനിക്ക് എന്ത് ചെയ്യണം ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ പക്ഷെ ആ സമയത്ത് നന്നായിട്ട് ഗെയിം കളിക്കും, ആ സമയത്ത് എൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കില്ലൊക്കെ എടുക്കുന്നത് ഞാനായിരിക്കും. ഗെയിമിനകത്താണെങ്കിലും ഞാൻ ആ സമയത്ത് ഭയങ്കര അഗ്രസീവ്